Very good morning, dear students. Hope you all are doing well. And we have started a new chapter. That is 10th chapter of second module, Clothing Matters, Visiting the Melmundu Samaram in Kerala. And we have discussed how this clothing matters, how this became a struggle, and who are the Chana people, and how the Christian missionaries raised these issues. So let's see how this struggle started and what are the proclamations or orders issued after these struggles. First, the Christian missionaries thought that Chana women's attire or dresses were not respectable and they are not suitable for the educated Christian ladies. So, upon the directions of Reverend Ringletop, the missionary, the Thiruvidampur Diwan Colonel Munro, issued an order in 1812 permitting the converted Chana women to cover their breasts like Christian women elsewhere. William Tobias Ringletop is the first Protestant missionary in Kerala. Colonel John Munro, he is a Scottish soldier and administrator who had been the resident and Diwan of Travancore and Cochin. He was the Diwan of Travancore and Cochin in the second decade of 19th century. 1812 ഓർഡർ അനുസരിച്ച് അവർക്ക് എന്താണ് കൺവേർട്ടഡായ ചാനാർ സ്ത്രീകൾക്ക് അവരുടെ മാറുമറക്കാനുള്ള പെർമിഷൻ കിട്ടി. മറ്റുള്ള ഇടങ്ങളിൽ എങ്ങനെയാണോ ക്രിസ്ത്യൻ സ്ത്രീകൾ വസ്ത്രം ധരിച്ചത് അതുപോലെ ധരിക്കാനുള്ള അനുവാദം ലഭിച്ചു. ആരൊക്കെ ഇടപെട്ടിട്ടാണ്? റെവറൻറ്റ് റിങ്കിൾടോപ്പ് ആൻഡ് ദിവാൻ കേണൽ മുൻറോ. അത് കഴിഞ്ഞ് അതിൻ്റെ പിന്നാലെ തന്നെ റോയൽ പ്രൊക്ലമേഷൻ മീൻസ് പ്രഖ്യാപനം ദാറ്റ് ഫോളോഡ് ഇൻ 1814 provided for the converts to wear jackets or bodies that were then worn by the Syrian Christian and Mappila Muslim women. റോയൽ പ്രൊക്ലമേഷൻ അനുസരിച്ച് എന്താണ്? ചാനാർ ക്രിസ്തുമതം സ്വീകരിച്ച സ്ത്രീകൾക്ക് അന്ന് സിറിയൻ ക്രിസ്ത്യാനികളും മാപ്പിള മുസ്ലിം സ്ത്രീകളും ധരിച്ചിരുന്ന കുപ്പായമോ ജാക്കറ്റോ ധരിക്കാനുള്ള അനുവാദം ലഭിച്ചു. ഏത് വർഷത്ത്? ഇൻ 1814. However, it was explicitly stated. Explicitly means clearly, നല്ല വ്യക്തമായി പറയുന്നുണ്ട്. എന്താണ് മേൽമുണ്ട് എന്ന് പറയുന്നത്? മേൽമുണ്ട് നായർമാരും നമ്പൂതിരിമാരും ഉപയോഗിച്ചിരുന്ന മേൽമുണ്ട് അവർക്ക് ധരിക്കാനുള്ള അനുവാദമില്ല. അവർക്ക് ജാക്കറ്റുകളോ കുപ്പായങ്ങളോ ധരിക്കാം, പക്ഷേ മേൽമുണ്ട് ധരിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. The jackets designed by the wives of missionaries helped the Chana women conform to the respectability of European women in the matter of attire. But they desired for more in terms of wearing in the മേൽമുണ്ടു like their counterparts in തിരുനെൽവേലി. യൂറോപ്യൻ സ്ത്രീകൾ എങ്ങനെയാണോ വസ്ത്രധാരണയിൽ മര്യാദ കാണിച്ചത് അതുപോലെ തന്നെ ചാനാർ സ്ത്രീകളും ആ ഒരു മര്യാദ കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി ക്രിസ്ത്യൻ മിഷണറീസിലെ അവരുടെ ഭാര്യമാർ എന്താണ് ഒരുപാട് ജാക്കറ്റ്സൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്തു. പക്ഷേ അവിടെ ഈ ചാനാർ സ്ത്രീകൾക്ക് എന്താണ് ആഗ്രഹിച്ചിരുന്നത്? തിരുനെൽവേലിയിൽ അവരെ കൂടെ അല്ലെങ്കിൽ അപ്പർ കാസ്റ്റിൽ ധരിക്കുന്ന സ്ത്രീകൾ ധരിക്കുന്ന പോലത്തെ മേൽമുണ്ട് ധരിക്കാനായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. They soon began draping the melmundu in the place of their jackets or over them. This was felt to be an affront to the superior position claimed by the Nayars, who responded with violence. ഇങ്ങനെ ചാനാ സ്ത്രീകൾ മേൽമുണ്ട് ധരിക്കാൻ തുടങ്ങി. അവരുടെ ജാക്കറ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അല്ലാതെയോ അവർ മേൽമുണ്ട് വസ്ത്രം ധരിക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് നിന്ന നായർമാർ അവരുടെ സുപ്പീരിയർ പൊസിഷനെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു അവർക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ അവരെന്താണ് ഹിംസാപരമായി അവർ റെസ്പോണ്ട് ചെയ്തു. ഇൻ 1822
2 women, Yeshu Adiyal, Needi Adiyal, were abused in public and their jackets were torn off. So അവരെങ്ങനെയാണ് ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്തത്? ഇൻ 1822 രണ്ട് സ്ത്രീകൾ എന്താണ് പബ്ലിക്കായിട്ട് എല്ലാവരും പൊതുവേദിയിൽ അവരെ ആക്ഷേപിക്കുകയും അവരുടെ ജാക്കറ്റ്സ് കീറിക്കളയുകയും ചെയ്തു. Churches were attacked and books ripped apart. ചേർച്ചസിൽ അഭയം തേടിയിരുന്നവരെയൊക്കെ ഹിംസാപരമായി അടിക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ ബുക്സുകളൊക്കെ കീറിക്കളയുകയും ചെയ്തു. ആസ് എ പണിഷിംഗ് ഗെസ്റ്റർ ദേ ഫൈൽഡ് കേസ് എഗൈൻസ്റ്റ് ദ ചാനാസ് ഇൻ ദ ഇയർ 1823 alleging the crime of non-payment of toddy tax and of covering their bodies with the മേൽമുണ്ടു. അവർ 1823 നായർമാർ ചാനാർമാർക്കെതിരെ കേസ് ഫയൽ ചെയ്തു. എന്താണ് ആരോപണം? ടോഡി ടാക്സ് പേ ചെയ്യുന്നില്ല, മേൽമുണ്ട് ധരിക്കുന്നത് കൊണ്ട്. അതിനും മേൽമുണ്ട് ധരിക്കണമെങ്കിൽ അന്നത്തെ കാലത്ത് ടാക്സ് പേ ചെയ്യണം, അതും അവർ ടാക്സ് പേ ചെയ്യുന്നില്ല എന്നതിൻ്റെ പേരിലാണ് അവർ കേസ് ഫയൽ ചെയ്തത്. ആസ് ചാൾസ് മെറ്റ് ദ മിഷണറി deposed in court that the draping was a necessity for any Christian believer, the verdict went in favor of the Chanas. So Charles Medne, he is also from the English Christian missionary, and he is the successor to Reverend Ringletop. Ringletopന് ശേഷം അടുത്ത ആളായിട്ട് വന്ന ആളാണ് ചാൾസ് മെഡ്. ചാൾസ് മെഡ് ഈ ഒരു കേസിനെ അട്ടിമറിക്കുക തന്നെ ചെയ്തു. Deposed means overturn, saying that എന്താണ് ഈ ഒരു വസ്ത്രം ധരിക്കുന്നത് എല്ലാ ക്രിസ്തുമത വിശ്വാസികൾക്കുമുള്ള അത്യാവശ്യ ഘടകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ വിധി ആർക്ക് ഫേവർ ചെയ്തു? ചാനാസിന് ഫേവർ ചെയ്തു. ഇൻ 1828 എ നോട്ടബിൾ ഇൻസിഡൻറ്റ് അക്കേർഡ്. 1828 വേറൊരു സംഭവം ഉണ്ടായി. എന്താണ്? എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എന്താണ് ക്രിസ്ത്യൻ കൺവേർട്ട് ആയ ആൾക്കാർ സൺഡേ രാവിലെ എല്ലാവരും ചേർച്ചിൽ പോകും. ഇതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി അപ്പർ കാസ്റ്റിലെ ആൾക്കാർ എന്ത് ചെയ്തു? പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആനകൾക്ക് ഈ പാം ലീവ്സ് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞ് അവരെ ചേർച്ചിൽ പോവാതെ ഈ ഒരു പണി ഏൽപ്പിക്കുകയാണ്. സോ ദ മെൻ carrying the leaves was stopped midway by other chanas, who then forced the Nayars to themselves carry to the temple. അന്നത്തെ കാലത്ത് ഊഴം വേല എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്താണത്? ഒരു പ്രാക്ടീസ് എന്താണ്? ഈ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, ഈ ലോവർ കാസ്റ്റിലെ ആൾക്കാർ അപ്പർ കാസ്റ്റിലെ ആൾക്കാർ ഓരോരോ ജോലി ഏൽപ്പിക്കും. അത് നിർബന്ധമായിട്ട് ചെയ്യണം, പാടില്ല എന്ന് പറയാൻ സാധിക്കില്ല. അന്നത്തെ കാലത്ത് അവർ ഫോഴ്സ് ചെയ്യുകയാണ്. ഓരോ ജോലികൾ എന്താണ് അവർ നിർബന്ധിപ്പിച്ച് ചെയ്യിക്കും. അതാണ് യൂഴം വേല. അതാണ് അവർക്ക് എന്താണ് സൺഡേ ചേർച്ചസിൽ പോവാതെ അവരെ അതിന് ഒരു തടസ്സമാക്കി വേറെ ജോലി ഏൽപ്പിച്ചു. അതവർ എന്താണ് നിറവേറ്റുമ്പോൾ മറ്റുള്ള ചാനാർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ അവരെ തടഞ്ഞു നിർത്തി, ഇനി നിങ്ങൾ ചെയ്യണ്ട, ആ നായർമാർ തന്നെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് നായർമാരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് എന്താണ് അവർ തന്നെ കൊണ്ടുപോയിക്കോട്ടെ ക്ഷേത്രത്തിൽ ഈ താലിയോലകൾ എന്ന് പറഞ്ഞു അവരെ കൊണ്ട് നിർബന്ധമായി ചെയ്യിപ്പിച്ചു. ഈ ഒരു സംഭവം എന്താണ് കൂടുതൽ തിരമാലകൾ ഉണ്ടാക്കി. ആകെ പ്രശ്നം നടക്കുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനൊരു പ്രശ്നം വീണ്ടും ഒരു തിരമാലകൾ സൃഷ്ടിച്ചു. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇൻ February 1829 a royal order was issued releasing the chanas from the practice of Uzham Vela on Sundays. ഊഴം വേല എന്താണ്? ഇറ്റ്സ് എ ഫോഴ്സ്ഫുൾ വർക്ക്, ഫോഴ്സ് ദ ലോവർ കാസ്റ്റ് ടു ഹാർഡ് വർക്ക് ഫോർ ദ അപ്പർ കാസ്റ്റ് ആൻഡ് ദേ വർ നോട്ട് പെയ്ഡ്. വെറുതെ ഫ്രീ ആയിട്ട് അവർ പറയുന്ന ജോലികൾ ചെയ്യണം. അതാണ് ഊഴം വേല. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം February 1829 ഒരു നിയമം വന്നു, ഒരു ഓർഡർ പാസ്സായി. എന്താണത്? ചാനാർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഞായർ ദിവസങ്ങളിൽ ഈ ഒരു പ്രാക്ടീസ് ഓഫ് ഊഴം വേലയിൽ നിന്ന് അവരെ ഒഴിവാക്കണം, അവരെ റിലീസ് ചെയ്യണം എന്നുള്ള ഓർഡർ പാസ്സാക്കി. ആസ് ദ ഇഷ്യൂ വാസ് സ്റ്റിൽ അൺറിസോൾവ്ഡ്, ഈ ഒരു ഇഷ്യൂ ഇതുവരെ അനിശ്ചിതമായതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ കലാപങ്ങൾ പുറത്തുപൊട്ടി. ഈ ഒരു ഇഷ്യൂ
അനിശ്ചിതമാക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അതിനോടൊപ്പം തന്നെ റെവറൻഡ് ചാൾസ് മെഡിൻ്റെ ജീവന് ഭീഷണിയുമായി മാറി. അവരെ കൊല്ലാൻ വരെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. Royal intervention became unavoidable, and in 1829 the Thiruvidampur regent Gauri Parvati Bai issued a proclamation to the effect that there was no reason for the Chana women to don the melmundu and that the practice be stopped. Instead, they could continue to wear kuppayam to cover their bodies. ഒരുപാട് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ഇവിടെ രാജകീയമായ ഒരു ഇടപെടൽ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ 1829 അവിടുത്തെ റീജൻറ്റ് ഗൗരി പാർവതി ബായി ഒരു പ്രഖ്യാപനം നടത്തി. ചാനാർ സ്ത്രീകൾ ഈ മേൽമുണ്ട് ധരിക്കാനുള്ള കാരണം ഒന്നും തന്നെ കാണുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പ്രാക്ടീസ് ഇതോടെ നിർത്തണം. അവർക്ക് പഴയതുപോലെ തന്നെ കുപ്പായങ്ങൾ യൂസ് ചെയ്ത് അവരെ മാറുമറക്കാം. ഈ ഒരു പ്രഖ്യാപനം തന്നെ കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. എരുതിയിൽ എണ്ണ എന്ന അവസ്ഥയായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ചാനാർ നായർമാരുടെ ഇടയിൽ അടി നടക്കുകയും ചാനാർമാർ തിരിച്ച് അങ്ങോട്ടടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. The proclamation only added fuel to the fire, and fights between the Nayars and Chanas continued in around 350 locations of the region. About 350 ലൊക്കേഷൻസിൽ ഇവരെ തമ്മിൽ അടി നടന്നിട്ടുണ്ടായിരുന്നു. ഇൻക്ലൂഡിംഗ് ദ താലൂക്സ് ഓഫ് തോവല, അഗസ്തീശ്വരം, കൽക്കുലം, വിലവാംകുടെ ആൻഡ് ഇരഞ്ഞാൽ. At Parashala, 6 churches were burnt down. 6 ചർച്ചാണ് കത്തിച്ചു കളഞ്ഞത്. At ആരുമേനല്ലൂർ, വടകര, കൂഴിത്തര, മൈലാടി, ആരലമ്മൂട്, തിറ്റവില and ആണ്ടിത്തോപ്പ് churches and schools were under fire. In 1859 ചാനാർ തിരിച്ചടി അങ്ങോട്ട് കൊടുക്കുന്നത്. അണ്ടർ ചിന്നനടാറിൻ്റെ ലീഡർഷിപ്പിൽ they retaliated against the 200 odd Nayars at Nagarkovil. A fight was put up at Kotar too. ക്വീൻ വിക്ടോറിയയുടെ കാലഘട്ടത്തിൽ അവിടെ ഇന്ത്യയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ചില വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ സ്ത്രീകൾക്ക് അവരെ ബോഡീസ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ എതിരായിട്ട് ക്വീൻ വിക്ടോറിയയുടെ ഭരണകാലത്ത് സ്ത്രീകൾക്ക് വസ്ത്രങ്ങൾ ധരിക്കാനുള്ള അവകാശത്തിൻ്റെ പേരിലുള്ള ഒരു ലഹള ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വളരെ നാണം കെടുന്ന ഒരു സംഭവമായി മാറി. ദ ബ്രിട്ടീഷ് ഗവർണർ ഓഫ് മദ്രാസ് പ്രസിഡന്റ് ജോർജ് ഹാരിസ് sought an explanation on the clashes from the President General of Thiruvidampur, William Cullen. The British Governor of Madras Presidency, George Harris, sought an explanation on the clashes. ഇവിടെ ഈ ഒരു കലാപത്തിനൊക്കെയുള്ള ഒരു എക്സ്പ്ലനേഷൻ അവിടെ ചോദിക്കുകയാണ്. ആരോട്? President General of Thiruvidampur, William Cullen. In response to his query, Cullen received a letter from the Diwan Madhavrao. ദിവാൻ മാധവറാവിൻ്റെ ലെറ്ററിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ അവിടെ നായർമാർ ചെയ്ത എല്ലാ പ്രവൃത്തികളെയും ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് അയാളുടെ ലെറ്റർ. അതുപോലെ തന്നെ ചാനാർ സ്ത്രീകളുടെ മേൽമുണ്ട് നമ്പൂതിരി സ്ത്രീകളെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള അവരുടെ വസ്ത്രധാരണയെ അയാൾ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. മാധവറാവിൻ്റെ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിട്ട് തന്നെ ബ്രിട്ടീഷുകാർ അതൊന്നും വകവെക്കാതെ അവർ കൂടുതൽ സമ്മർദ്ദങ്ങൾ ചെലുത്തി. അവരുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് തന്നെ അവിടുത്തെ തിരുവിതാംകൂറിലെ റോയൽസിന് ചാനാർ വിഭാഗത്തിൽപ്പെട്ട അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നു. ആസ് എ റിസൾട്ട് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഡിക്ലെയർഡ് എ റോയൽ പ്രൊക്ലമേഷൻ ഓഫ് 1859. ഒരു പ്രഖ്യാപനം ഇറക്കി 1859. എന്താണ് ആ പ്രഖ്യാപനം? എന്താണ് 1859 പ്രഖ്യാപനം?
1829 റോയൽ പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത് ആ ഒരു പ്രഖ്യാപനം സ്വായോഗികമല്ല. പ്രാഗ്മാറ്റിക് മീൻസ് സ്വായോഗികമല്ല. ബിക്കോസ് എല്ലാ ജനങ്ങളും ഒരുപോലെ ഈക്വലി ആയിട്ട് ജീവിക്കണം. അതുപോലെ തന്നെ കൺവേർട്ടഡ് ചാനാസ് ആയാലും ഹിന്ദു ചാനാസ് ആയാലും അവർക്കും ഇഷ്ടമുള്ള കുപ്പായമോ അല്ലെങ്കിൽ കട്ടിശീലയോ എന്ത് വേണമെങ്കിലും അവരെ മാറിമറിക്കാൻ എന്ത് വസ്ത്രം വേണമെങ്കിലും അവർക്ക് ധരിക്കാം എന്നുള്ളൊരു പ്രഖ്യാപനം വിളംബരം ചെയ്തു. ഇങ്ങനെ ഒരുപാട് ലഹളകളും ഒരുപാട് സ്ട്രഗിൾസിന് ശേഷം അവരുടെ ഈ ഒരു അവകാശം ചാനാർ സ്ത്രീകൾ നേടിയെടുത്തു. I hope you understand. Take care of yourselves. Thank you and bye-bye.